ഹോർമൂസ് കടലിടുക്ക് പഴയതുപോലെയാകില്ല എന്ന് അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാൻ. കടലിടുക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും തുറന്നു നൽകില്ല എന്ന് ഇറാൻ നാവികസേന. തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും സമാനമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റേത് മനോരോഗിയുടെ ഭാഷയാണെന്ന വിമർശനവുമായി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തി. ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ. ഫൈസൽ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നാണോ? ശ്രുതി, ശ്രീജിത്ത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലായി ഇറാന് നൽകിയിട്ടുള്ള അന്ത്യശാസനം അവസാനിക്കുന്നത് നാളെ രാത്രി 8 മണിക്കാണ്. അതിനു മുമ്പ് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. മാത്രമല്ല, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചാണ് ഒരു ലോകരാജ്യത്തോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണോ സംവദിക്കേണ്ടത് ആ രീതിയിലല്ല ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ വിമർശനവും ഉണ്ടായിരുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന് മേൽ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നേരത്തെ അദ്ദേഹം 10 ദിവസത്തെ ഒരു അന്ത്യശാസനമാണ് നൽകിയിരുന്നത്. അത് ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുന്നു. തിങ്കളാഴ്ച അവസാനിക്കുന്ന അന്ത്യശാസനം ചൊവ്വാഴ്ച 8 മണി വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പ് ഹോർമൂസ് കടലിടുക്ക് തുറക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇറാനിലെ പാലങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും, പവർ പ്ലാന്റുകളെല്ലാം തകർത്ത് ഇറാനെ ഒരു ശിലായുഗത്തിലേക്ക് അയക്കും എന്നുള്ളതാണ്. കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ പക്ഷേ ഇറാൻ തള്ളുകയാണ്. അത്തരത്തിൽ ഭയമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ സമാനമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ആവർത്തിക്കുകയാണ് ഇറാൻ സൈന്യം. ട്രംപിന്റെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഭീഷണിയെ ഇറാൻ നാവികസേന പറയുന്നത് ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്ക് ഈ യുദ്ധം തീർന്നാൽ പോലും പഴയ പോലെയാകില്ല എന്നുള്ളതാണ്. അതവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഹോർമൂസ് കടലിടുക്ക് വഴി പഴയതുപോലെ ഇനി സഞ്ചരിക്കാനാവില്ല, അവരുടെ കപ്പലുകൾ ഇനി കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടക്കുമ്പോൾ തന്നെ മറുവശത്തും തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇസ്രായേലിലെ ഹൈഫയിലടക്കം ഇറാന്റെ ആക്രമണത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ട്രംപ് ഉപയോഗിച്ച ഭാഷയ്ക്കെതിരെ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിൽ വിമർശനം വരുന്നു എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ MP-മാർ തന്നെ രംഗത്ത് വരുന്നു. ട്രംപിന്റെ ഭാഷ അമേരിക്കൻ ജനതയെ മുഴുവനായി അപമാനിക്കുന്ന തരത്തിലാണ്, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള വിമർശനം ട്രംപിന് രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭീഷണികളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ ഒരു കാരണവശാലും വഴങ്ങില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. മറ്റാരുണ്ട് LDF അല്ലാതെ?